ഹായ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ CMS എന്ന് പറയുന്നത് ഡിജിറ്റൽ കണ്ടൻസിൻ്റെ ക്രിയേഷനെയും മോഡിഫിക്കേഷനെയും എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. ഈ CMSലുള്ള കണ്ടൻസിനെ ഒരു ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ടെംപ്ലേറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രസൻറ്റേഷൻ ലെയറിലാണ് നമ്മളിതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ വൈൽ ഏർലി CMS സോഫ്റ്റ്വെയർ വാസ് യൂസ്ഡ് ടു മാനേജ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ലോക്കൽ കമ്പ്യൂട്ടർ ഫയൽസ്, മോസ്റ്റ് CMS സിസ്റ്റംസ് ആർ നൗ ഡിസൈൻഡ് എക്സ്ക്ലൂസീവ്ലി ടു മാനേജ് കണ്ടൻറ് ഓൺ ദ വെബ്. അതായത് പണ്ട് നമ്മൾ CMS സോഫ്റ്റ്വെയർസിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലോക്കൽ കമ്പ്യൂട്ടർ ഫയൽസിനെയും ഡോക്യുമെൻറ്റ്സിനെയും എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് വെബ് കണ്ടൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഈ CMSനെ നമുക്ക് ഇൻസ്റ്റാളബിൾ അപ്ലിക്കേഷൻസ് ആയിട്ടും അതുപോലെ തന്നെ വെബ് ബേസ്ഡ് യൂസർ ഇൻ്റർഫേസസ് ആയിട്ടും അവൈലബിൾ ആണ്. ദർ ആർ സെവറൽ വെബ് ബേസ്ഡ് CMS ടൂൾസ്, അതായത് ഒത്തിരി വെബ് ബേസ്ഡ് CMS ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ചെണ്ണമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒന്നാണ് വേർഡ് പ്രസ് ഫ്രീ വെബ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ഫോർ ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ് ബേസ്ഡ് വെബ്സൈറ്റ് ഓർ ബ്ലോഗ്സ്. അതായത് ടെംപ്ലേറ്റ് ബേസ്ഡ് വെബ്സൈറ്റ്സും ബ്ലോഗ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ വെബ് സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രസ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ബ്ലോഗർ, ഗൂഗിൾസ് ബ്ലോഗിംഗ് ടൂൾ ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ മെയിൻറ്റെയിനിങ് എ ബ്ലോഗ്. ഒരു ബ്ലോഗിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗൂഗിളിൻ്റെ ബ്ലോഗിംഗ് ടൂളാണ് ഈ ബ്ലോഗർ എന്നുള്ളത്. നെക്സ്റ്റ് ജൂംല, എ ഫ്ലെക്സിബിൾ വെബ് പബ്ലിഷിംഗ് ടൂൾ ദാറ്റ് സപ്പോർട്ട്സ് കസ്റ്റം ഡാറ്റാബേസസ് ആൻഡ് എക്സ്റ്റൻഷൻസ്. കസ്റ്റം ഡാറ്റാബേസസിനെയും എക്സ്റ്റൻഷൻസിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വെബ് പബ്ലിഷിംഗ് ടൂളാണ് ജൂംല. നെക്സ്റ്റ് ഡ്രുബൽ, എൻ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഓഫ്റ്റൻ യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സൈറ്റ്സ്. അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് സൈറ്റ്സിനെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ് ഡ്രുബൽ എന്നുള്ളത്. അടുത്ത ടൈപ്പാണ് വിക്സ്, എ കളക്ഷൻ ഓഫ് വെബ് പബ്ലിഷിംഗ് ടൂൾസ് ഫോർ ക്രിയേറ്റിംഗ് എ ഹൈലി കസ്റ്റമൈസബിൾ വെബ്സൈറ്റ്സ്. അതായത് ഹൈലി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ് പബ്ലിഷിംഗ് ടൂൾസിൻ്റെ ഒരു കളക്ഷനാണ് വിക്സ് എന്നുള്ളത്. Some CMS tools are free to use while others require a monthly fee. അതായത് നമ്മളിപ്പോൾ കുറേ CMS ടൂൾസിനെ കണ്ടു. ഇതിനെല്ലാം സ്വതവേ പല CMS ടൂൾസും ഫ്രീ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ. ബട്ട് ചിലതിൽ നമുക്കൊരു മന്ത്ലി ഫീയും വരുന്നുണ്ട്. മെനി CMS പ്രൊവൈഡ് ഫ്രീ ബേസിക് കമ്പോണൻറ്റ് ബട്ട് ചാർജ് ഫോർ ഹൈ ക്വാളിറ്റി ടെംപ്ലേറ്റ്സ്, വെബ് ഹോസ്റ്റിംഗ്, കസ്റ്റം ഡൊമൈൻ നെയിംസ് ഓർ അതർ ഫീച്ചേഴ്സ്. അതായത് പല CMSും നമുക്ക് ഫ്രീ ആയിട്ട് ബേസിക് കമ്പോണൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതിനൊക്കെ ഹൈ ക്വാളിറ്റി ടെംപ്ലേറ്റ്സിനും വെബ് ഹോസ്റ്റിങ്ങിന് അല്ലെങ്കിൽ കസ്റ്റം ഡൊമൈൻ നെയിംസിന് അല്ലെങ്കിൽ മറ്റ് ഫീച്ചേഴ്സിനൊക്കെ ആയിട്ട് ഒരു ചാർജും വരുന്നുണ്ട്. CMS ആർ ടിപ്പിക്കലി യൂസ്ഡ് ഫോർ എൻ്റർപ്രൈസ് കണ്ടൻറ് മാനേജ്മെൻറ്റ്, ECM ആൻഡ് വെബ് കണ്ടൻറ് മാനേജ്മെൻറ്റ്, WCM. അതായത് നമ്മുടെ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റംസിൽ ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് ECMസിനും WCMസിനുമാണ്. ECMൻ്റെ ഫുൾ ഫോമാണ് എൻ്റർപ്രൈസ് കണ്ടൻറ് മാനേജ്മെൻറ്റ്, WCM മീൻസ് വെബ് കണ്ടൻറ് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് ഫസ്റ്റ് ECM എന്താണെന്ന് നോക്കാം. ECM typically supports multiple users in a collaborative environment by integrating document management, digital asset management and record retentions. അതായത് റെക്കോർഡ് റിറ്റൻഷൻസിനെയും ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റിനെയും അതേപോലെ ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ECM എന്നുള്ളത്. ഈ ECMനെ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള കണ്ടൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമുക്ക് പറയാൻ എന്താ വെച്ചാൽ ഈ ECM റെഫേഴ്സ് ടു എ ഹോളിസ്റ്റിക് ബിസിനസ് പ്രോസസ്സ്. അതായത് ECMസിനെ നമ്മൾ സ്വതവേ ഹോളിസ്റ്റിക് ബിസിനസ് പ്രോസസ്സിനാണ് റെഫർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് WCM, വെബ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. ഇറ്റ് ഈസ് ദ കൊളാബറേറ്റീവ് authoring for websites and may include text and
embed graphics, photos, videos, audio, maps and program code that display content and interact with the user. അതായത് WCM എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ്സിൻ്റെ ഒരു കൊളാബറേറ്റീവ് ഓതറിംഗ് ആണ് WCM എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, വീഡിയോസിനെയും ഫോട്ടോസ്, ഓഡിയോസ്, അതേപോലെ പ്രോഗ്രാം കോഡ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ECM typically includes a WC function. നമ്മൾ പറഞ്ഞു ECMൻ്റെ അകത്തും ഒരു WCM ഫംഗ്ഷൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. A CMS typically has two major components. നമ്മൾ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് മേജറായിട്ടുള്ള 2 കമ്പോണൻസ് ആണുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കണ്ടൻറ് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ CMA ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കണ്ടൻറ് ഡെലിവറി അപ്ലിക്കേഷൻ CDA. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കണ്ടൻറ് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ CMA ആണ്. ആസ് ദ ഫ്രണ്ട് എൻഡ് യൂസർ ഇൻ്റർഫേസ് that allows a user even with limited expertise to add, modify and remove content from a website without the intervention of a webmaster. അതായത് അപ്പം ഈ CMA മീൻസ് കണ്ടൻറ് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ആൻഡ് യൂസർ ഇൻ്റർഫേസ് ആണ്. ഇത് എന്താ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ യൂസേഴ്സിനെ ലിമിറ്റഡ് എക്സ്പെർട്ടൈസിൽ, അതായത് ഇതിൻ്റെ അകത്ത് അധികം നോളജ് ഒന്നും ഇല്ലാത്ത ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള യൂസേഴ്സിനെയും ഒരു വെബ് മാസ്റ്ററിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ അവർക്ക് യൂസേഴ്സിന് എന്തെങ്കിലും വെബ്സൈറ്റിൻ്റെ അകത്തുള്ള കണ്ടൻസിനെ ആഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും റിമൂവ് ചെയ്യാനെല്ലാം അലോ ചെയ്യുന്നതാണ് ഈ കണ്ടൻറ് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ അഥവാ CMA എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കണ്ടൻറ് ഡെലിവറി അപ്ലിക്കേഷൻ CDA. ദാറ്റ് കമ്പൈൽസ് ദ കണ്ടൻറ് ആൻഡ് അപ്ഡേറ്റ് ദ വെബ്സൈറ്റ്. അപ്പോൾ ഈ CDA എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ടൻസിനെ കമ്പൈൽ ചെയ്യും, എന്നിട്ട് വെബ്സൈറ്റിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കോമൺ ഫീച്ചേഴ്സാണ്. CMSൻ്റെ കുറച്ച് കോമൺ ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് നോക്കുന്നത്. ദ കോർ CMS ഫീച്ചേഴ്സ് ആർ ഇൻഡെക്സിങ്, സെർച്ച് ആൻഡ് റിട്രീവൽ, ഫോർമാറ്റ് മാനേജ്മെൻറ്റ്, റിവിഷൻ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പം CMSൻ്റെ കോറായിട്ടുള്ള ഫീച്ചേഴ്സ് പറയുന്നത് ഇൻഡെക്സിങ്ങും, സെർച്ച് ആൻഡ് റിട്രീവൽ, ഫോർമാറ്റ് മാനേജ്മെൻറ്റും, റിവിഷൻ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റുമാണ്. ഫീച്ചേഴ്സ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ബട്ട് വിൽ ടിപ്പിക്കലി ഇൻക്ലൂഡ്സ്. അതായത് നമ്മുടെ ഈ ഫീച്ചേഴ്സ് സിസ്റ്റം ആപ്ലിക്കേഷൻ അനുസരിച്ച് ചേഞ്ച് ആയിരിക്കും. പക്ഷേ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് കണ്ടൻറ് ക്രിയേഷൻ. അലോസ് യൂസേഴ്സ് ടു ഈസിലി ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് കണ്ടൻറ്റ്. അതായത് യൂസറിനെ ഈസിലി ആയിട്ട് കണ്ടൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും കണ്ടൻറ്റിനെ ഫോർമാറ്റ് ചെയ്യാനെല്ലാം സഹായിക്കുന്നുണ്ട് കണ്ടൻറ് ക്രിയേഷൻ. നെക്സ്റ്റ് കണ്ടൻറ് സ്റ്റോറേജ്. സ്റ്റോഴ്സ് കണ്ടൻറ് ഇൻ വൺ പ്ലേസ് ഇൻ എ കൺസിസ്റ്റൻറ്റ് ഫാഷൻ. അതായത് കണ്ടൻസിനെ ഒരു കൺസിസ്റ്റൻറ്റ് ഫാഷനിൽ ഒരു സ്ഥലത്ത് ഇതിനെ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ്. Assigning privileges and responsibilities based on roles such as authors, editors and admins. അതായത് വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ വർക്കിനെ ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുക. അതായത് അസൈൻസ് പ്രിവിലേജസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബേസ്ഡ് ഓൺ ദി റോൾസ് സച്ച് ആസ് ഓതേഴ്സ്, എഡിറ്റേഴ്സ് ആൻഡ് അഡ്മിൻസ്. അതായത് ഓരോ റോൾസിനനുസരിച്ചും നമ്മുടെ പ്രിവിലേജസിനും റെസ്പോൺസിബിലിറ്റീസിനെല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് ഒരു ഫീച്ചറാണ് പബ്ലിഷിംഗ്. ഓർഗനൈസേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് കണ്ടൻറ് ലൈവ്. അതായത് നമ്മുടെ കണ്ടൻസിനെ ഓർഗനൈസ് ചെയ്യും, പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. പോപ്പുലർ അഡീഷണൽ ഫീച്ചേഴ്സ് മേ ഇൻക്ലൂഡ്. കുറച്ച് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ ഈസ് SEO ഫ്രണ്ട്ലി URLs. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഓൺലൈൻ ഹെൽപ്പ് ഇൻക്ലൂഡിംഗ് ഡിസ്കഷൻ ബോർഡ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ബേസ്ഡ് പെർമിഷൻ സിസ്റ്റം, ഫുൾ ടെംപ്ലേറ്റ് സപ്പോർട്ട് ആൻഡ് കസ്റ്റമൈസബിൾ ടെംപ്ലേറ്റ്സ്, ഈസി വിസാർഡ് ബേസ്ഡ് ഇൻസ്റ്റാൾ ആൻഡ് വേർഷനിങ് പ്രൊസീജിയേഴ്സ്, അഡ്മിൻ പാനൽ വിത്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ട്, കണ്ടൻറ് ഹൈറാർക്കി വിത്ത് അൺലിമിറ്റഡ് ഡെപ്ത് ആൻഡ് സൈസ്, മിനിമൽ സെർവർ റിക്വയർമെൻറ്റ്സ്, ഇൻ്റഗ്രേറ്റഡ് ഫയൽ മാനേജ്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് ഓഡിറ്റ് ലോഗ്സ്. ഇതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതർ ടൈപ്സ് ഓഫ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്.
അതർ ടൈപ്സിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് ഡിജിറ്റൽ അസസ്റ്റ് മാനേജ്മെൻറ്റ്. They manage content with clearly defined author or ownership, such as documents, movies, pictures, phone numbers and specific data. അതായത് ഇത് ഈ ഡിജിറ്റൽ അസസ് മാനേജ്മെൻറ്റ് നമ്മൾ കണ്ടൻസിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഓതർഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയറായി ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ അസസ് മാനേജ്മെൻറ്റിൽ നമ്മൾ കണ്ടൻസിനെ മാനേജ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് സച്ച് ആസ് ഡോക്യുമെൻറ്റ്സ്, മൂവീസ്, പിക്ചേഴ്സ്, ഫോൺ നമ്പേഴ്സ് ആൻഡ് സ്പെസിഫിക് ഡാറ്റാസ്. ഇതിൻ്റെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഓണർഷിപ്പും അതിൻ്റെ ഓതേഴ്സൊക്കെ ആരാന്ന് ക്ലിയറായി ഡിഫൈൻ ചെയ്തുകൊണ്ട് കണ്ടൻസിനെ മാനേജ് ചെയ്യുന്നത്. കമ്പനീസ് ഓൾസോ യൂസ് CMS ടു സ്റ്റോർ, കൺട്രോൾ, റിവൈസ് ആൻഡ് പബ്ലിഷ് ഡോക്യുമെൻറ്റേഷൻ. അതായത് കമ്പനീസ് CMSനെ നമുക്ക് സ്റ്റോർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതേപോലെ ഡോക്യുമെൻറ്റ്സിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദർ ആർ ആൾസോ കമ്പോണൻറ്റ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, CCMS. അടുത്ത ടൈപ്പാണ് കമ്പോണൻറ്റ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് CCMs, വിച്ച് ആർ CMS ദാറ്റ് മാനേജ് കണ്ടൻറ് അറ്റ് എ മൊഡ്യൂലർ ലെവൽ റാദർ ദാൻ ആസ് പേജ് ഓർ ആർട്ടിക്കിൾസ്. ഇപ്പോൾ ഈ CCMസിൻ്റെ അകത്ത് കണ്ടൻസിനെ നമ്മൾ മൊഡ്യൂലർ ലെവലിലാണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ പേജസ് ആയിട്ട് സ്വതവേ നമ്മൾ പേജസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമല്ല, നമ്മൾ മൊഡ്യൂലർ ലെവലിലാണ് കണ്ടൻസിനെ മാനേജ് ചെയ്യുന്നത്. CCMs are often used in technical community where many publications reuse the same content. ഇപ്പോൾ ഈ CCMസിനെ നമ്മൾ സ്വതവേ യൂസ് ചെയ്യുന്നത് ടെക്നിക്കൽ കമ്മ്യൂണിറ്റീസിലൊക്കെയാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം കണ്ടൻസിനെ മെനി പബ്ലിക്കേഷൻസ് റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെയിം കണ്ടൻറ്റിൻ്റെ മെനി പബ്ലിക്കേഷൻസ് എല്ലാം റീയൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻസിലൊക്കെയാണ് CCMസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെനഫിറ്റ്സ് ഓഫ് എ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം. CMSൻ്റെ ബെനഫിറ്റ്സ് ആണ്. ഫസ്റ്റ്, വൺ മേജർ അഡ്വാൻറ്റേജ് ഓഫ് CMS ഈസ് ഇറ്റ്സ് കൊളാബറേറ്റീവ് നേച്ചർ. ഇതിൻ്റെ കൊളാബറേറ്റീവ് നേച്ചറാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ ലോഗ്സ് ഓൺ ആൻഡ് കോൺട്രിബ്യൂട്ട്, ഷെഡ്യൂൾ ഓർ എഡിറ്റ് കണ്ടൻറ് ടു ബി പബ്ലിഷ്ഡ്. അതായത് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ലോഗ് ഓൺ ചെയ്യാനും അതിനെ ഷെഡ്യൂൾ ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. ബിക്കോസ് ദ ഇൻ്റർഫേസ് ഈസ് യൂഷ്വലി browser based, a CMS can access from anywhere by any number of users. പിന്നെ ഇതിനകത്ത് തന്നെ വേറെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് എന്താണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു ബ്രൗസർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, CMSനെ ആക്സസ് ചെയ്യാൻ പറ്റും. The second major advantage of CMS is that it also non-technical people who don't know the programming languages to easily create and manage their own web content. നെക്സ്റ്റ് സെക്കൻഡായി വരുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ പറയുന്നത് വെച്ചാൽ ഈ CMSനെ നമുക്ക് നോൺ ടെക്നിക്കൽ പീപ്പിൾസിന് അധികം എക്സ്പേർട്ട് അല്ലാത്ത അധികം പ്രോഗ്രാമിംഗ് നോളജ് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ഈ CMSനെ യൂസ് ചെയ്യാൻ പറ്റും. അവർക്ക് CMS യൂസ് ചെയ്തിട്ട് വെബ് കണ്ടൻറ്റിനെ മാനേജ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. When a company uses CMS to publish its pages, it reduces its reliance on front-end engineers to make changes to the website, making it quicker and easier to publish new content.